അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ സീനിയർമാരുടെ കൂട്ടത്തിലെത്തി 60 വയസ്സിന് മേലെയൊക്കെ ആയല്ലോ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ശോഷിച്ചു തുടങ്ങി ശരീരമൊക്കെ. അപ്പോൾ ആ ശോഷിച്ചതിൽ ബാക്കി വരുന്ന ശേഷിപ്പ്, അതാണ് നമ്മളെ ഹെഡിങ്. ശോഷിച്ചതിലെ ശേഷിപ്പ്. അപ്പോൾ അതിൽ നമ്മളുടെ ചെറുപ്പകാലങ്ങളിലുണ്ടായ ചില കായികപരമായ ഫിസിക്കൽ അതിലൊരു ഐറ്റമാണ് കളരി. ആ കളരിയിലെ ചില ഐറ്റം ഞാൻ കാണിക്കുകയാണ്. ഫസ്റ്റിൽ ഫാത്തിഹ ഓതും, പിന്നെ സ്റ്റഡി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആക്കണം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇതാണ്. ഇത് 3 എന്ന് പറയും. കാല് 3 പ്രാവശ്യം വെക്കണത് കറക്റ്റായിരിക്കണം. അടുത്തത് 4 കളാണ്. ഇങ്ങനെ അഞ്ചാമത്തത് 4 കളം ഉള്ളാണ്. ഇതിപ്പോൾ 6ാമത്തത് വാളും പരിചയം ഉണ്ടാവും. ഇടത്തെ കയ്യിൽ പരിച, വലത്തെ കയ്യിൽ വാള്. അതുകൊണ്ട് നമ്മൾ കളരിയിലൊക്കെ ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വാളും പരിചയം എൻ്റെ കയ്യിൽ പ്രാക്ടീസിനില്ല. തൽക്കാലം ഇപ്പോൾ ഉള്ള പോലെ ഒന്ന് കാണിക്കുകയാണ്. ഉണ്ടെന്ന് വിചാരിച്ചോളുക. പിന്നെ വടിവീശലുണ്ട്. അതിപ്പോൾ ജോഡിയൊന്നും വേണ്ടല്ലോ. പിന്നെ ഉറുമിയുണ്ട്. ഉറുമി ഇപ്പോൾ ഇവിടെ ഇല്ല. വീശട്ടെ. ആദ്യം വീശിപ്പോയത് 2 കളാണ്. പിന്നെ ഇത് 4 കളത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസുകൾ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ കൂടെ ഒരാളും കൂടി നിൽക്കണം. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ആൾക്കാർ പഠിച്ചവരൊക്കെ ഉണ്ട്. അവരാരെങ്കിലുമൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കൊപ്പം നിന്ന് കാണിക്കാൻ പറ്റും. പിന്നെ ചില പ്രഗത്ഭരൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കൂടെ പഠിക്കാൻ. നമ്മളെ KMK ഉസ്താദൊക്കെ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹമൊക്കെ നല്ല നിപുണനായിരുന്നു. ഫസ്റ്റ് തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ മറയലും തിരിയലും പിന്നെ പെട്ടെന്ന് മൂപ്പരെ കാണിച്ചു തരിക. വേഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളായിരുന്നു. അപ്പോൾ ഇനി ശരി, വേറൊരു അവസരത്തിൽ കാണാം. അസ്സലാമു അലൈക്കും.